attention to the 17th chapter of the Gospel of John. ഇതിൽ നിന്ന് 3 വാക്യങ്ങൾ ഞങ്ങൾ ഇവിടെ വായിക്കുന്നു. എല്ലാവരും ബൈബിൾ തുറന്ന തിരുവചന ഭാഗം ശ്രദ്ധിക്കണം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 11-ാം വാക്യവും 15-ാം വാക്യവും 16-17 വാക്യങ്ങളുമാണ് ഇവിടെ വായിക്കുന്നത്. We are going to read from the Gospel of John chapter 17, 11, 12 and 15, 16 and 17. ഇനി ഞാൻ ലോകത്തിലിരിക്കുന്നില്ല, ഇവരോ ലോകത്തിലിരിക്കുന്നു. ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. പരിശുദ്ധ പിതാവേ, അവർ നമ്മെ പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ. അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണമെന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നു. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകും. John chapter 17 verse 11 and 12. I will remain in the world no longer, but they are still in the world, and I am coming to you. Holy Father, protect them by the power of your name, the name you gave me, so that they may be one as we are one. I am coming to you. 15. My prayer is not that you take them out of the world, but that you protect them from the evil one. They are not of the world, even as I am not of it. പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളിൽ ആദ്യത്തെ 4 പുസ്തകങ്ങൾ സുവിശേഷങ്ങളാണ്. Out of the 29 books in the New Testament, first 4 are called Gospels. 4 സുവിശേഷങ്ങളും ഒരു ചരിത്ര ഗ്രന്ഥവും 21 ലേഖനങ്ങളും ഒരു പ്രവചനവും, ഇതാണ് പുതിയ നിയമത്തിന്റെ ഉള്ളടക്കം. New Testament consists of 4 Gospels, 1 historic book and a prophetic book. That is what makes the New Testament. ഇതിൽ വിശുദ്ധ മത്തായി സുവിശേഷം എഴുതിയിരിക്കുന്നത് യഹൂദന്മാരെ ഉദ്ദേശിച്ചാണ്. The Gospel of Matthew is targeting the people of Jewish people. മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിച്ചാൽ യഹൂദന്മാർക്ക് മനസ്സിലാകുന്ന ഭാഷയും ശൈലിയും ഉദാഹരണങ്ങളും ഒക്കെയാണ് അദ്ദേഹം ഏറെ ഉപയോഗിച്ചിരിക്കുന്നത്. Matthew uses the customs and the practices of the Jewish people to target the Jewish audience. മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ രാജാവ് എന്നാണ് ചിത്രീകരിക്കുന്നത്. In the Gospel of Matthew, Jesus Christ is being presented as the king. അടുത്തത് മർക്കോസിന്റെ സുവിശേഷമാണ്. Next is the Gospel of Mark. മർക്കോസ് സുവിശേഷം എഴുതിയത് റോമാക്കാരെ ഉദ്ദേശിച്ചാണ്. Mark wrote the Gospel targeting the Roman audience. ഈ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിനെ പിതാവിന്റെ ഹിതമെല്ലാം ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്ന ഒരു ദാസൻ എന്ന് ചിത്രീകരിച്ചു. Mark in his Gospel is presenting Jesus Christ as a servant who is obeying without questioning the will of his Father. ലൂക്കോസ് സുവിശേഷം എഴുതിയത് യവനന്മാരെ അഥവാ ഗ്രേക്കരെ ഉദ്ദേശിച്ചാണ്. Luke wrote his Gospel targeting the Greek people. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിനെ സമ്പൂർണ്ണ മനുഷ്യപുത്രൻ എന്നാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. Luke is presenting Jesus Christ as the perfect man. യോഹന്നാൻ സുവിശേഷം എഴുതിയിരിക്കുന്നത് ക്രിസ്തീയ സഭയെ അഥവാ ക്രിസ്ത്യാനികളെ ഉദ്ദേശിച്ചാണ്. John wrote his Gospel targeting the Christian church. ഈ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിനെ ജീവിക്കുന്ന ദൈവം എന്നാണ് പ്രസ്താവിച്ചത്. John presents Jesus Christ as a living God. ആ സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സുവിശേഷം ആരംഭിക്കുന്നത്. He starts the Gospel of John saying that there was word in the beginning, and the word was with God, and word itself was God himself. മത്തായി, മർക്കോസ്, ലൂക്കോസ് ഈ സുവിശേഷങ്ങളിൽ നിന്നും യോഹന്നാന്റെ സുവിശേഷത്തിന് പല പ്രത്യേകതകളുണ്ട്. The Gospel of John stands different from the Gospel of Matthew, Mark and Luke. ആദ്യത്തെ 3 സുവിശേഷകന്മാർ എഴുതുവാൻ വിട്ടുപോയ വളരെയേറെ കാര്യങ്ങൾ യോഹന്നാൻ തന്റെ സുവിശേഷത്തിൽ എടുത്തെഴുതിയിട്ടുണ്ട്. John has written many things that the other writers of the Gospel has excluded or left out. മത്തായിയിലും മർക്കോസിലും ലൂക്കോസിലും പറഞ്ഞിരിക്കുന്ന അത്ഭുതങ്ങൾ കൂടാതെ യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രം പറഞ്ഞിരിക്കുന്ന 6 അത്ഭുതങ്ങൾ വേറെ. There are 6 miracles that is mentioned only in the Gospel of John, in addition to the miracles that is mentioned in Matthew, Mark and Luke. അങ്ങനെ പല വിധത്തിൽ യോഹന്നാന്റെ സുവിശേഷത്തിലെ പ്രത്യേകതകളുണ്ട്. So the Gospel of John is different from other gospel in many ways. ആദ്യത്തെ 3 സുവിശേഷകന്മാർ യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങൾ എന്ന് പറയുമ്പോൾ
യോഹന്നാൻ മാത്രം ഉപയോഗിക്കുന്ന പദമാണ് അടയാളം എന്ന പദം. When all the യേശു three ചെയ്ത gospel അടയാളം. writers in the beginning, Matthew, Mark and Luke, refers the miracle as real miracles, John is the only gospel writer who mentions them as signs. യോഹന്നാൻ എപ്പോഴും യേശു ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ച് പറയുമ്പോൾ അടയാളങ്ങൾ എന്ന പദം. Whenever John writes about the miracles of Jesus, he uses the word signs. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ തന്നെ അത് ആരംഭിക്കുന്നതായിട്ട് നമുക്ക് We can കാണാം. see that begins in the 2nd chapter of Gospel of John. ഇങ്ങനെ വളരെ സവിശേഷതകളുള്ള ഈ സുവിശേഷത്തിൽ നിന്നാണ് ഇന്ന് രാത്രി നമ്മുടെ വിചിന്തനത്തിനായിട്ട് കുറിവാക്യങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. So we have picked our key words to meditate upon tonight from this special and this great gospel. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ പ്രത്യേകത എന്താണ്? What is the importance of the gospel of the 17th chapter of the Gospel of John? ഈ അധ്യായം യേശുക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥനയാണ്. And this chapter is where the high priestly prayer of Jesus is recorded. ബൈബിൾ പഠിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പറയാം, Those who are interested in studying the word, I can tell you, കർത്താവിന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഈ 17-ാം അധ്യായത്തിലേതാണ്. the actual Lord's prayer is the prayer that is mentioned in the 17th chapter of this gospel. എന്നാൽ നമ്മളൊക്കെ ഒരു കാലത്തെ കർത്താവിന്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞിരുന്നത് സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയെ But in കുറിച്ചാണ്. our lives, there was a time that we considered Lord's prayer is the one that we start saying, Our Father who dwelt in heaven. അത് കർത്താവിന്റെ പ്രാർത്ഥനയല്ല, കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന. That is not the Lord's prayer, but that is the prayer that Jesus taught his disciples. ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ഗുരു, യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ. Disciples of Jesus came to him and asked him, Lord, John the Baptist has taught his disciples to pray. Would you please teach us how to pray? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് യേശുക്രിസ്തു ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് തുടങ്ങുന്നത്. And then we see that Jesus saying to them, when you pray, say praying like this, and then he teach them that prayer. കർത്താവിന്റെ പ്രാർത്ഥന എന്നറിയപ്പെടുന്നത് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലെ But the പ്രാർത്ഥന. actual Lord's prayer is the prayer of Jesus that is recorded in the 17th chapter of the Gospel of John. ഇത് മധ്യസ്ഥ പ്രാർത്ഥനയാണ് അഥവാ മഹാപൗരോഹിത്യ This പ്രാർത്ഥനയാണ്. is a prayer of intercession, or this is the high priestly prayer. യേശുക്രിസ്തു നമ്മുടെ മഹാപുരോഹിതനാണ്. Jesus Christ is our high priest. യേശു നമ്മുടെ രക്ഷകനാണ്. Jesus is our savior. യേശു നമ്മുടെ സൗഖ്യദായകനാണ്. Jesus is our healer. യേശു നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്. Jesus is our redeemer. യേശു മടങ്ങി വരുന്ന രാജാവാണ്. He is the soon coming king. യേശു സഭയുടെ കാന്തനാണ്. And he is the bridegroom of the church. യേശു നമ്മുടെ മഹാപുരോഹിതനാണ്. And Jesus Christ is our high priest. ആമേൻ. Amen. ആമേൻ. Hallelujah. ശബ്ദം ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞു. Hallelujah. നമ്മൾ കുറച്ച് ആളുകളെ ഉള്ളെങ്കിലും ഒരു 500 പേരുള്ള മട്ടിൽ ഇരിക്കണല്ലേ. Even though we are only a few people, feel that there are 500 people here. Praise the Lord. Amen. യേശുക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥന, മധ്യസ്ഥ പ്രാർത്ഥന നമുക്ക് വേണ്ടിയുള്ളതാണ്. The high priestly prayer of Jesus Christ is the prayer for us. വചനം പഠിക്കുന്നവർക്ക് വേണ്ടി മറ്റൊരു കാര്യം കൂടെ I wanted to സൂചിപ്പിക്കാം. mention one more thing, those who are interested in studying the word. ദൈവത്തിനും മനുഷ്യർക്കും ഇടവിൽ നിൽക്കുന്ന ഒരു മധ്യസ്ഥനേ ഉള്ളൂ. There is only one who stands between man and God. രണ്ടാമത് വേറൊരാളും കൂടെ ഇല്ല. There is not a second person. ആ ഏക മധ്യസ്ഥൻ ക്രിസ്തുവാണ്. The only mediator is Jesus Christ. ബൈബിൾ പറയുന്നു, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. Bible says God is one and there is only one who stands between man and God. സകലർക്കും വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുത്ത മനുഷ്യനായ ക്രിസ്തു Jesus യേശു. Christ who offered his life as ransom for the sin of man. ഞാൻ ഈ പറഞ്ഞത് തീമോഥെയോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം. What I just said is the words from the epistle of Timothy 5:2. ദൈവത്തിനും മനുഷ്യനും ഇടവിൽ നിൽക്കുന്ന ഏക മധ്യസ്ഥൻ യേശു There's ക്രിസ്തു. only one mediator that stands between man and God, that is Jesus. ആ മധ്യസ്ഥൻ സർവശക്തനാണ്. And that intercessor is a mighty person. സർവജ്ഞാനിയാണ്. He is an omniscient. സർവവ്യാപിയാണ്. And he is omniscient. നമ്മെ പൂർണ്ണമായി രക്ഷിക്കുവാൻ മതിയായവനാണ്. He is enough to save us completely and perfectly. ഒരു മധ്യസ്ഥന്റെ ആവശ്യം എന്ന് പറയുന്നത് നമ്മളെ സഹായിക്കാനാണ്. The need of a mediator is to save us, to help us. നമ്മെ രക്ഷിക്കാനാണ്. He is there to help to save us. നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യാനാണ്. And he should be there to intercede for us. എന്നാൽ മറ്റൊരു മധ്യസ്ഥന്റെ ആവശ്യം നമുക്ക് ഇല്ലാത്തതിന്റെ കാരണം
നമ്മെ പൂർണ്ണമായി രക്ഷിക്കുവാൻ യേശു പ്രാപ്തനായതുകൊണ്ടാണ്. The reason why we don't have a second mediator is because our mediator Jesus Christ is able to help us and save us completely. എബ്രായലേഖനം 7-ാം അധ്യായം 25-ാം വാക്യം. Hebrews chapter 7 verse 25. നിങ്ങൾ എടുക്കുന്നതൊന്ന് വായിക്കാമെങ്കിൽ പഠനത്തിന് നന്നായിരിക്കും. ആദ്യം എടുക്കുന്നൊരു ശബ്ദം ഉയർത്തി അങ്ങ് വായിച്ചാൽ മതി. ഇംഗ്ലീഷിലോ മലയാളത്തിലോ വായിക്കുക. 7-ാം അധ്യായം 25-ാം വാക്യം. ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. ഇത് എടുത്ത് വായിപ്പിക്കുന്നതിന്റെ ഉദ്ദേശം ബൈബിളിൽ ഉള്ളതാണെന്ന് നിങ്ങൾ പഠിക്കേണ്ടതിനാണ്. The reason I asked you to read it out publicly is that you should know that this is the words in the Bible. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് മനഃപ്പാഠമായിട്ട് പറയാൻ Maybe കഴിയും. I can recite that words. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യേണ്ടതിന് അവൻ സദാ ജീവിക്കുന്നവനാകയാൽ നമ്മെ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവൻ പ്രാപ്തനാകുന്നു. Therefore he is able to save us completely, those who come to God through him, because he always lives to intercede for them. പൂർണ്ണമായി രക്ഷിക്കുവാൻ പ്രാപ്തനായ ഒരു മഹാപുരോഹിതൻ നമുക്കുള്ളത് കൊണ്ടാണ് മനുഷ്യരിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന ഒരു മഹാപുരോഹിതന്റെ ആവശ്യമില്ലാത്തത്. The reason why we don't need a priest that is selected from men, because we have a high priest who is completely able to save us. നമ്മള് ക്രിസ്തു നമ്മുടെ മധ്യസ്ഥനാണ്, നമ്മുടെ മഹാപുരോഹിതനാണ്, അവൻ നമ്മുടെ രക്ഷകനാണെന്നൊക്കെ പറഞ്ഞ ശേഷം വേറൊരാളിന്റെ അടുക്കിലേക്ക് യാചിച്ചുകൊണ്ട് ചെല്ലുകയാണെങ്കിൽ അതിന്റെ അർത്ഥം കർത്താവിനെ നമ്മൾ കളിയാക്കുകയാണ്. And if you pray to God as your Savior, your healer and Almighty God, and at the same time after prayer, if you turn your attention to another person for being to get the immediate help, that means we are making fun of Jesus. ഒരു മകൻ പിതാവിന്റെ അടുക്കൽ സഹായത്തിനായി ശരണത്തിനായി ഓടി ചെല്ലുന്നത് പോലെ ഏത് നേരത്തും നമ്മുടെ കർത്താവിന്റെ സന്നിധാനത്തിൽ നമുക്ക് ഓടി അണയുവാൻ Just like a son rushes towards his father to help and to be saved, we always can go to the throne of grace expecting salvation from our Lord. എബ്രായ ലേഖനത്തിൽ തന്നെ പറയുന്നു, ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്. And in the book of Hebrew it says that we need such a holy priest. പവിത്രൻ, he is innocent, നിർദോഷൻ, and he has not done any evil, നിഷ്കളങ്കൻ, and he is innocent, പാപികളോട് വാർപ്പെട്ടവൻ, and he is someone who is separated from sinners, സ്വർഗ്ഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ, and he is even greater than heaven, പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയുള്ള യാഗം ആവശ്യമില്ലാത്തവൻ, and someone who does not need the sacrifice for the redemption of his sin. ഇത്ര ശ്രേഷ്ഠനായ ഒരു മഹാപുരോഹിതൻ നമുക്കുള്ളത് കൊണ്ടാണ് വേറൊരു പുരോഹിതന്റെ ആവശ്യം നമുക്കില്ലാത്തത്. This is why, since we have such a high priest, that we don't need a second high priest of this world. നമ്മുടെ മഹാപുരോഹിതൻ എന്നേക്കും ജീവിക്കുന്നവനാണ്. Our high priest is someone who lives forever. അതുകൊണ്ട് മരണം മുഖാന്തരം നീങ്ങിപ്പോകുന്ന മനുഷ്യരിൽ നിന്ന് ഒരു മഹാപുരോഹിതന്റെ ആവശ്യം നമുക്കില്ല. And because he lives forever, we don't need a high priest that is being selected from man who died. അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ ഇസ്രായേലിയരുടെ ഇടയിൽ പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരുമായി തീർന്നവർ അനേകരാണ്. And Apostle Paul, when he writes, he is saying that there are many who were chosen as high priests from the nation of Israel. അതിന്റെ കാരണം മരണം നിമിത്തം അവർക്ക് നിലനിൽക്കുവാൻ കഴിഞ്ഞു. The reason why they have selected people, because everyone leaves this world by death. എന്നാൽ നമ്മുടെ മഹാപുരോഹിതൻ മരണമില്ലാത്തവനാണ്. But our high priest is someone who doesn't see death. അവൻ എന്നേക്കും And ജീവിക്കുന്നവനാണ്. he lives forever. അവൻ നമ്മെ പൂർണ്ണമായി രക്ഷിപ്പാൻ And മതിയായവനാണ്. he is able to save us completely. എത്ര വലിയവനായ ഒരു മഹാപുരോഹിതനെ ദൈവം നമുക്ക് തന്നതിനായിട്ട് ഒന്നും കൂടെ ശബ്ദം ഉയർത്തി ഹല്ലേലൂയ. What a great high priest the Lord Father has given us. Amen. ഈ മധ്യസ്ഥ പ്രാർത്ഥനയെ 3 പ്രധാന ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിച്ച് പഠിക്കുവാൻ കഴിയും. This intercessory prayer can be divided into 3 portions and study. ഒന്ന് 17-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള ഭാഗങ്ങളാണ്. And the first portion will be the verse 1st to 5th verse in the beginning of the chapter 17. ഇവിടെ കർത്താവ് തനിക്ക് വേണ്ടി തന്നെ കഴിക്കുന്ന പ്രാർത്ഥനയാണ് And കാണുന്നത്. this is a prayer that Jesus offers for himself. ഇതിന്റെ രണ്ടാം ഭാഗം 6 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ്. Second portion is verse 6 to
19. അവിടെ കർത്താവ് ശിഷ്യന്മാർക്ക് വേണ്ടി കഴിക്കുന്ന This പ്രാർത്ഥന. prayer is that prayer Jesus praying for his disciples. ഇതിന്റെ മൂന്നാം ഭാഗം 20 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ്. Third portion of this prayer is from verse 20 to 26. അവിടെ കർത്താവ് സഭയ്ക്ക് വേണ്ടി കഴിക്കുന്ന That പ്രാർത്ഥനയാണ്. is the prayer that Jesus is praying for the church. അപ്പോൾ ഒന്നാം ഭാഗം കർത്താവ് തനിക്ക് വേണ്ടി തന്നെ The first പ്രാർത്ഥിക്കുന്നു. portion of this prayer is for the prayer that he prays for himself. ആ ഭാഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. And you should make notice of those portions. കർത്താവ് പിതാവിനോട് അപേക്ഷിക്കുകയാണ്, He is asking and pleading to Father, പിതാവേ നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി ഞാൻ തികച്ചിരിക്കുന്നു. Lord, I have finished the work that you have assigned to me. നിന്റെ അടുക്കൽ എനിക്കുണ്ടായിരുന്ന മഹത്വത്തിലേക്ക് എന്നെ തിരികെ മഹത്വപ്പെടുത്തേണം. Lord, restore me back into the glory that I enjoyed in your presence. പ്രാർത്ഥനയുടെ അതെ ആ ഭാഗം കർത്താവ് തനിക്ക് വേണ്ടി തന്നെ പിതാവിനോട് That അപേക്ഷിക്കുന്നു. portion of the prayer is Jesus praying for himself. 6 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ ശിഷ്യഗണത്തിന് വേണ്ടി കഴിക്കുന്ന And പ്രാർത്ഥന. verse 6 to 19, Jesus is praying for the disciples. നമ്മൾ ആ ഭാഗത്തേക്ക് കടന്നു വരും. We are coming to that portion now. മൂന്നാം ഭാഗം കർത്താവ് സഭയ്ക്ക് വേണ്ടി കഴിക്കുന്ന And the പ്രാർത്ഥന. third portion of this prayer is the prayer that Jesus is praying for the church. ഇവിടെ ഒരു സംശയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. You might develop a doubt there. യേശുക്രിസ്തു ഈ പ്രാർത്ഥന കഴിക്കുമ്പോൾ ഭൂമിയിൽ സഭ സ്ഥാപിതമായിരുന്നുവോ? Jesus, when he was offering this prayer, whether church was established in this earth, അവിടെയാണ് ഒരു അത്ഭുതം നമ്മൾ ഗ്രഹിക്കേണ്ടതായിട്ടുള്ളത്. there we are going to see a miracle. അന്ന് സഭ സ്ഥാപിക്കപ്പെട്ടിട്ടില്ല. Church was not established. സഭ എന്നാണ് ആരംഭിച്ചത്? When did the church start? അത് പഠിക്കുവാൻ അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം ധ്യാനിക്കണം. In order to understand that, you have to go and meditate the 2nd chapter of the book of Acts. 50-ാം നാളെന്ന് വിളിക്കപ്പെടുന്ന പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ Well, the day that is called the 50th day or the day of Pentecost, കർത്താവിന്റെ ശിഷ്യന്മാരടങ്ങുന്ന 120 പേര് സെഗ്യൂൻ മാളികമുറിയിൽ കൂടിയിരുന്നു. 120 disciples of Jesus were gathered together in the upper room. അവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. The Holy Spirit descended upon them. അവർ അന്യഭാഷകളിൽ സംസാരിച്ചു. They started speaking in tongues. അന്നാണ് ഭൂമിയിൽ ക്രിസ്തീയ സഭയുടെ പണി തുടങ്ങിയത്. It is on that day that the Lord started the construction of the church in this world. സഭയുടെ പണി ആരംഭിച്ചത് അന്നാണ്. That is when God started the building of the church. ഇത് കർത്താവിന്റെ മരണവും പുനരുത്ഥാനവും സ്വർഗാരോഹണവും കഴിഞ്ഞാണ് സഭയ്ക്ക് ആരംഭം കുറിക്കുന്നത്. But later, the beginning was laid after the crucifixion, burial, and the resurrection of Jesus. അതെ, പിന്നെ എങ്ങനെയാ കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്? Then how is it possible that Jesus could offer a prayer for the church? അത് തന്നെയാണ് മാർമിക വിഷയം. That is an object of mystery. സഭ സ്ഥാപിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ സഭയെ മുൻപിൽ കണ്ടുകൊണ്ട് നമ്മുടെ കർത്താവ് സഭയ്ക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്തു. Even before church was instituted in this world, Jesus was foreseeing the church and started praying for the church. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് അവിടെ വളരെ സന്തോഷിക്കാൻ ഒരു വിഷയമുണ്ട്. ഏകദേശം 2000-ൽ പരം വർഷങ്ങൾക്കപ്പുറം യേശുക്രിസ്തുവിന്റെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഞാനും നിങ്ങളും ഉണ്ടായിരുന്നു. So if that is the case, there is something that will give joy for all of us, because when Jesus offered this intercessory prayer 2000 years before, you and me were in that prayer. എത്ര പേർക്ക് മനസ്സിലായ ആശയം? Did you understand? 2000-ൽ പരം വർഷങ്ങൾക്കപ്പുറം യേശുക്രിസ്തു മഹാപൗരോഹിത്യ പ്രാർത്ഥന നടത്തിയപ്പോൾ എന്നെയും നിങ്ങളെയും കണ്ടുകൊണ്ടാണ് കർത്താവ് മധ്യസ്ഥത ചെയ്തത്. 2000 years ago, when Jesus offered this high priestly prayer, while he was praying for the church, he could see you and me in his prayer. അന്ന് മാത്രമല്ല, ഇന്ന് രാത്രിയിലും അവൻ എന്റെ മധ്യസ്ഥനാണ്. Even tonight, he is my mediator. വിശ്വാസമുള്ളവർ കരങ്ങൾ അടിച്ച് യേശു നമ്മുടെ മധ്യസ്ഥനാണ്. Jesus is our ഇന്ന് mediator. രാത്രിയിലും അവൻ എന്റെ മധ്യസ്ഥനാണ്. Even tonight, he is interceding for me. Amen. Hallelujah. ഇവിടെ 2-ാം ഭാഗവും 3-ാം ഭാഗത്തിൽ നിന്നുമാണ് നാം ചിന്തിക്കുന്നത്. We want to meditate from the 2nd and 3rd portion of the prayer. ശിഷ്യന്മാർക്ക് വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും കഴിച്ച മധ്യസ്ഥ പ്രാർത്ഥന. The intercessory prayer that Jesus offered for the disciples and for the church. അതിൽ 3 വിഷയങ്ങൾക്ക് വേണ്ടി യേശുക്രിസ്തു പ്രാർത്ഥിച്ചു. He was specifically praying for 3 subjects. അതായത് ശിഷ്യന്മാർക്ക് വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും കഴിക്കുന്ന പ്രാർത്ഥനയില് 3 കാര്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് കർത്താവ് പ്രാർത്ഥിക്കുന്നത്. While he was offering this prayer for the church and for the disciples, he was specifically praying for 3 things. Number 1, അവരുടെ ഐക്യതയ്ക്ക് വേണ്ടി യേശു പ്രാർത്ഥിച്ചു. Number 1, he was praying for the unity of the disciples. പിതാവേ, നാം ഒന്നായിരിക്കുന്നത് പോലെ ഇവരും ഒന്നാകേണ്ടതിന് ഞാൻ അപേക്ഷിക്കുന്നു. Father, just as you and me are one, I pray that they will be one. Number 2,
നമ്മുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി യേശു പ്രാർത്ഥിച്ചു. And secondly, he prayed for the protection of us. Number 3, നമ്മുടെ ശുദ്ധീകരണത്തിനായി കർത്താവ്. And thirdly, Jesus offered the prayer so that we might be sanctified. ഇതിലെ ചില പ്രധാന ചിന്തകളാണ് നിങ്ങൾ ഓർമ്മിക്കുക. I wanted to throw out some of the thoughts that came in my mind. ദൈവജനത്തിന്റെ ഐക്യത അത് ദൈവം ആഗ്രഹിക്കുന്ന I വിഷയമാണ്. want to talk about the unity of the people of God. God expects that from us. എന്നാൽ സാത്താൻ വളരെ ശക്തമായി പ്രവർത്തിക്കുന്നത് ജനത്തിന്റെ ഐക്യതയെ ഇല്ലാതാക്കാനാണ്. But Satan will always work hard to destroy the unity of the people. നിങ്ങൾക്കറിയാമോ, 2 പ്രത്യേക മണ്ഡലങ്ങളെ ലക്ഷ്യമാക്കിയാണ് പിശാച് Do പ്രവർത്തിക്കുന്നത്. you understand that Satan always targeting the people in 2 separate realms? ഒന്ന്, സത്യത്തിന്റെ സുവിശേഷം പ്രകാശിക്കാതിരിക്കാൻ അവൻ In പ്രവർത്തിക്കുന്നു. one realm where he is attacking is that the true gospel will not be shined among the people. ഇന്ന് രാത്രി സുവിശേഷം നിങ്ങളുടെ ഉള്ളിൽ പ്രകാശിക്കാതിരിക്കാനായിട്ട് പിശാച് പ്രവർത്തിക്കുന്നു. Satan will work hard so that the true gospel will not be enlightened in your heart. അതിന്മേൽ രക്തത്തിൽ ആശ്രയിച്ച് ജയമെടുക്കണം. You should trust in the blood of Jesus and take victory over that. പാറസ്ഥലത്ത് വീണതോ മുള്ളിനിടയിൽ വീണതോ വഴിയരികിൽ വീണ വിത്ത് പോലെയോ ആകാതെ നല്ല നിലത്ത് വീണ വിത്ത് പോലെ 100 മേനി ഫലം കായ്ക്കേണ്ടതിന് യേശുവിന്റെ രക്തത്തിൽ ആശ്രയിച്ച് The പ്രാർത്ഥിക്കണം. word, when it comes to your heart, it shouldn't be like the word that fell on the rock or the street side or on the thoughts, but trust in the blood of Jesus that will bring up the seed at that right time. സാത്താൻ പ്രവർത്തിക്കുന്ന ഒന്നാമത്തെ മണ്ഡലം തേജസ്സിന്റെ സുവിശേഷത്തിന്റെ പ്രകാശത്തെ തടയുക. And the first area or the realm where Satan is trying to attack is trying to block the enlightenment of the glorious gospel. പിശാചിന്റെ രണ്ടാമത്തെ പ്രവർത്തന മേഖല, The second area of Satan's attack, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവജനം the people of God who are saved and baptized, ലക്ഷ്യത്തിലെത്താതിരിക്കാൻ എന്തൊക്കെ ചെയ്യാവോ അതൊക്കെ he ചെയ്യുക. will do everything possible to make them not reach their destination. ഇതൊക്കെ ദൈവമക്കൾ തിരിച്ചറിയണം. And the people of God should be able to understand all these traps. നമ്മൾ പലതും വിട്ടവരാണ്. And we have left many things behind. പള്ളി വിട്ടു, പട്ടക്കാരെ വിട്ടു, We have left the church and the priest. കൂദാശ വിട്ട്, കർമ്മങ്ങൾ വിട്ടു, And we have left all the rituals and the sacraments. ക്ഷേത്രം വിട്ടു, പൂജാരിയെ We വിട്ടു, left the priest and the temple. വിഗ്രഹം വിട്ടു, We left the idol. പെരുന്നാൾ വിട്ടു, ഉത്സവം വിട്ടു, And we left all the feasts and the festivals. വെടിക്കെട്ടും പടക്കെട്ടും വിട്ടു. And we left all kinds of celebrations and festivals. ആഗ്രഹിച്ച തുറമുഖത്ത് ചെന്നു ചേരാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മെ പോലെ അരിഷ്ടന്മാര് വേറെ കാണത്തില്ല. You cannot enter into the destination that you are hoping for. There is nobody who is more wretched than you and me. നിന്റെ ലക്ഷ്യത്തിൽ ചെന്ന് ചേരാതിരിക്കേണ്ടതിനാണ് സാത്താൻ നിനക്കെതിരെ Satan പ്രവർത്തിക്കുന്നത്. will always attack you to make sure that you don't reach your destination. നിന്റെ കുടുംബത്തെ കുറിച്ച് നിനക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അത് ഇല്ലാതാക്കാനാണ് ശത്രു If you ശ്രമിക്കുന്നത്. have a destination focusing your family, Satan will try to attack it and block it. നിന്റെ തലമുറയെ കുറിച്ച് നിനക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അതിനെ ഇല്ലാതാക്കുവാനാണ് പിശാച് If you have a ശ്രമിക്കുന്നത്. hope and desire and a destination for your family, Satan will make sure that he blocks it. ഇവിടെയാണ് ദൈവമക്കൾ കർത്താവിന്റെ നാമത്തിൽ It is ക്ഷയമെടുക്കുന്നത്. in this area that the children of God should take victory in the name of Jesus. തകർക്കുവാൻ ശ്രമിക്കുന്ന അന്ധകാര ശക്തികളുടെ മേൽ ഇന്ന് രാത്രി ദൈവമക്കൾ ക്ഷയമെടുക്കണം. And we should take victory over all the evil forces that is trying to destroy us. Winning the war at home എന്ന് പറയുന്ന ഒരു പാഠമുണ്ട്. And there is a lesson that talks about winning the war at home. വീട്ടിലെ യുദ്ധം ജയിക്കുക. And we should win the war at home. യഥാർത്ഥത്തിൽ യുദ്ധം നടക്കുന്നത് വീട്ടിലാണ്. The real war is happening inside the home. അത് ഏറെ അധികം നടക്കുന്നത് അമേരിക്കയിലാണ്. And it happens more in this country. കൊച്ചു കൊച്ചു തെറ്റിദ്ധാരണകളുടെ മുമ്പിലാണ് കുടുംബങ്ങൾ തകരുന്നത്. Families are being destroyed in front of small misunderstandings. വചനത്തിന്റെ വ്യവസ്ഥകൾ വിട്ട് തലമുറകൾ ഓടുകയാണ്. And the generations are fleeing away from the commandment of the word. അതിന്റെ ന്യായവിധിയാണ് And സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. the judgment of God is being poured upon this country. ഭൂമി കുലുങ്ങുന്നതും കൽമഴ പെയ്യുന്നതും ഹെറിക്കെയിൻ വരുന്നതും ഒന്നും കൊച്ചു കാര്യമാണെന്ന് ചിന്തിക്കരുത്. Hailstorms and hurricanes and earthquakes, I don't think that these are simple things. ഡൽഹിയിൽ ഗേ മാരേജ് അനുവദിച്ച ശേഷമാണ് ഡൽഹിയെ പിടിച്ചു കുലുക്കിയത്. And after gay marriage was become a law in New Delhi, that time the earthquake happened. നോർത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങൾ ചലിക്കുകയാണ്. And the certain areas of North India is still shaking. ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും കരയെയും വിളക്കുമെന്നാണ് കർത്താവ് And പറഞ്ഞത്. the word of the Lord says he will shake not only the land but he will shake the heavens as well. പാപം വർദ്ധിക്കുന്നിടത്ത് ദൈവത്തിന്റെ ന്യായവിധിയുണ്ട്. Wherever the sin increases, the wrath of God will be poured upon. അതുകൊണ്ട് ഇന്ന് രാത്രി ഇത്രയും ആളുകളെ ഇവിടെ വന്നു എന്നുള്ളതിൽ എനിക്ക് നിരാശയില്ല. ഞാൻ നിങ്ങളോട് പറയാം, നിന്റെ കുടുംബത്തെയും തലമുറയെ തകർക്കാൻ ശ്രമിക്കുന്ന അന്ധകാര ശക്തിയോട് നീ യുദ്ധം ചെയ്ത് ജയിക്കണം. I'm not disappointed that we are only a handful of people tonight, but let me remind you tonight that we should be able to victory over every powers of darkness that is trying to destroy our family. കൊച്ചു
കൊച്ചു കൊച്ചു തെറ്റിദ്ധാരണകൾ സാത്താനാണ് കൊണ്ടുവരുന്നത്. And Satan brings little small misunderstanding. ആ വിത്ത് നിന്റെ ഹൃദയത്തിൽ അവൻ വിതയ്ക്കും. And he will sow that seed in your heart. നിങ്ങൾക്കറിയാമോ, സാത്താൻ ഏറ്റവും ഭയങ്കരമായ പ്രവർത്തന മേഖല നമ്മുടെ മനസ്സാണ്. And do you understand that the biggest area that Satan is trying to attack is our mind? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ പൗലോസ് പറഞ്ഞൊരു വാക്യം? Do you remember the specific words that Paul was saying? അതെ, സാത്താന്റെ കോട്ടകളെ ഇടിക്കുക. And you should destroy the forts of Satan. എവിടെയാ സാത്താൻ കോട്ട കിട്ടുന്നത്? Where does he build the fort? അവരിവിടെ കല്ലുകൊണ്ടും സിമന്റ് കൊണ്ടും കോട്ട കിട്ടുന്നില്ല. He is not building a fort with the cement and bricks. കോട്ട പണിയുന്നത് നമ്മുടെ മനസ്സിലാണ്. The Satan will try to build his fort in our mind. പ്രിയ മക്കളെ, ബാല്യക്കാരെ, നിങ്ങളുടെ മനസ്സിലാണ് സാത്താൻ കോട്ട All കിട്ടുന്നത്. the young people, teenagers, Satan will try to build his empire in your heart. അപ്പോൾ സാത്താൻ നമ്മുടെ മനസ്സിൽ കോട്ട കിട്ടും. And Satan will try to build up his fort in your പൗലോസ് mind. പറയുന്നത് ആ കോട്ടയെ ഇടിക്കണമെന്നാണ്. And Bible Apostle Paul says you should be able to break it down. കുടുംബത്തിനെതിരെ, ഭാവിക്കെതിരെ, തലമുറയ്ക്കെതിരെ അന്ധകാര ശക്തികൾ കെട്ടുന്ന എല്ലാ കോട്ടകളും ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഇടിഞ്ഞു മാറട്ടെ. For that Satan is trying to build against your family, your personal life and your church should be destroyed, trusting in the name of our Lord Jesus Christ. ചെറിയൊരു ധാരണ പിശക് നിന്റെ ഹൃദയത്തിൽ കൊണ്ടുവരും. And he will bring and sow the seed of misunderstanding in your life. എന്നിട്ട് ഓരോ ദിവസവും സാത്താൻ വളമിടും. And every day he will fertilize it. ഓരോ ദിവസവും അവൻ അതിന് വെള്ളം ഒഴിക്കും. And he will pour water onto it every day. ഇതിനെ വളർത്തിക്കൊണ്ടുവരികയാണ്. And he will make sure that it is growing. ഒടുവിൽ കുടുംബ ഛിദ്രത്തിൽ ചെന്ന് And അവസാനിക്കും. finally your family will be destroyed. നമ്മുടെ സഭകളിലൊക്കെ എത്രയോ കുഞ്ഞുങ്ങളാണ് And നിരാശരായിട്ടിരിക്കുന്നത്. do you know how many people and how many children are so disappointed in our churches? 25-30 വയസ്സ് പ്രായമുള്ള എത്ര യൗവനക്കാരുടെ കുടുംബങ്ങൾ തകർന്നു കഴിഞ്ഞിരിക്കുന്നു. And young people who are in their 30s, their families are being destroyed. പിശാചിന്റെ കോട്ടയെ ഇടിക്കുക. And we should break down the forts of ദൈവമക്കൾ ഇടിവിന്ന് പ്രാർത്ഥിക്കുക. And we should be standing in the gap. വാഷിംഗ്ടന് വേണ്ടി ഇടിവിന്ന് പ്രാർത്ഥിക്കുക. And we should be മെരിലാൻഡിന് വേണ്ടി കരയുക. and we should be praying for the land. തലമുറയ്ക്ക് വേണ്ടി കരയുക. And we should be praying for the generation. ദൈവത്തെ വിളിച്ചിരിക്കുന്ന അതിനാണെന്ന് മറക്കാതിരിക്കുക. And we should never forget that the Lord has called us. യേശുവിന്റെ നാമത്തിൽ അന്ധകാരത്തിന്റെ കോട്ടകൾ നിങ്ങൾ ഓരോ ദിവസവും ഇടിച്ചു And മാറുക. we should be able to break down the forts of hell every day. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സാത്താൻ രണ്ട് മേഖലകളിലാണ് പ്രവർത്തിക്കുന്നത്. Satan will work in two different realms in our lives. എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കണം. You should be reminded of that always. ഒന്ന്, തേജസ്സിന്റെ സുവിശേഷത്തിന്റെ പ്രകാശത്തെ തടയുക. And firstly, he will try to block the enlightenment of the glorious gospel. രണ്ട്, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവമക്കൾ ആഗ്രഹിച്ച ലക്ഷ്യത്തിൽ എത്തിച്ചേരാതിരിക്കേണ്ടതിന് ശ്രമിക്കുക. And secondly, he will try to prevent the children of God who are baptized and saved and baptized before to block them from reaching their destination. ഇതിനെതിരെയാണ് ദൈവമക്കൾ യുദ്ധം And the ചെയ്യുന്നത്. children of God should be always at war against this. ഇതിനെതിരെ ദൈവജനം പോരാടണം. And we should be always fighting against it. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തി Finally, be strong in the Lord and His mighty power. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തുകൊണ്ട് Put നിൽക്കണം. on the armor of God so that you might be able to fight against the plans and purpose of devil. തലയിൽ രക്ഷ എന്ന ശിരസ്ത്രം ധരിക്കണം. And you should have the shield of salvation on your head. നെഞ്ചത്ത് നീതി എന്ന കവചം ധരിക്കണം. And the breastplate of righteousness should be put on. ഇടത്തെ കയ്യിൽ വിശ്വാസം എന്ന പരിചയെടുക്കണം. And you should have the shield of faith on your left hand. വലത്തെ കയ്യിൽ ആത്മാവിന്റെ വാൾ ദൈവത്തിന്റെ വചനമെടുക്കണം. And the word which is the sword should be on your right hand. അരയിൽ സത്യം ബെൽറ്റായിട്ട് കെട്ടണം. And there should be the belt of truth on your waist. കാലിൽ സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം ബൂട്ടായിട്ട് ധരിക്കണം. And on your feet put on the shoe which is the true gospel. ഇതാണ് ഒരു വിശ്വാസം ധരിക്കേണ്ട ആയുധം. These are the equipments of the armor നിങ്ങളൊരു that the children of God should put on. ഒരു പടയാളിയാണ് നിങ്ങൾ. And you are a soldier. നിങ്ങളൊരു പോരാളിയാണ്. And you are a fighter. നിങ്ങളുടെ ശത്രു പിശാചാണ്. And your enemy is devil. നിങ്ങൾ ആത്മമണ്ഡലത്തോടാണ് You പോരാടുന്നത്. are fighting against the spiritual realm. സംശയിക്കേണ്ട ആവശ്യമില്ല, ജയം നമ്മുടെ And അവകാശമാണ്. never doubt that victory is yours. അവർ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായി നിങ്ങളെ സാക്ഷിയും വചനം ഹേതുവായി ദുഷ്ടനെ ജയിച്ചു. By their testimony and by trusting in the power of the blood of Jesus, they എന്നെ will രാത്രി victory. ഞാൻ ആത്മാവിൽ പറയട്ടെ, ജയം നമ്മുടെ അവകാശമാണ്. That the victory belongs to the Son of God. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ജയം നമ്മുടെ അവകാശമാണ്. Hallelujah. ആയുധവർഗം ധരിക്കുക. And you should put on the armor of God. നിങ്ങൾ ഇരുളിനുള്ളവരല്ല, പകലിന്റെ മക്കളാണ്. You are not the people of darkness, rather you are നിങ്ങൾ the people of ഇരുട്ടിന്റെ light. മക്കളല്ല, വെളിച്ചത്തിന്റെ And മക്കളാണ്. you are not the children of darkness, but you are the children of light. വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിക്കുക. And you should put on the armor of light. ഇന്ന് രാത്രി ചില വിഷയങ്ങളുടെ മേൽ ദൈവം നമുക്ക് ജയം തന്നുകൊണ്ടിരിക്കുകയാണ്. And tonight the Lord
ശത്രുവിന്റെ കോട്ടകൾ തകരുകയാണ്. And God is bringing down the fortress of the enemy. നമ്മുടെ മനസ്സിൽ പിശാച് കെട്ടിയിരിക്കുന്ന അവന്റെ കോട്ടകൾ ഇന്ന് രാത്രി തകരുന്ന രാത്രിയായി And മാറട്ടെ. let all the powers of darkness be destroyed tonight. എഫേസ്യ ലേഖനത്തിലെ 6 ആയുധവർഗ്ഗങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത്. I just mentioned about the 6 armor that is mentioned in the epistle of ഈ Ephesians. 6 ആയുധവർഗ്ഗം ഉള്ളതുകൊണ്ട് ജയം നടക്കുകയില്ല. Because we have all these different kinds of weapons. ഏഴാമത്തേത് ധരിക്കണം. And you should put on the 7th one. ഏതാ ഏഴാമത്തെ ആയുധം? Which is the 7th arm. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ 7 ആയുധവർഗ്ഗങ്ങളെ കുറിച്ചാണ് പറയുന്നത്. And Apostle Paul is talking about 7 armors of God. നമ്പർ 1 ശിരസിൽ, First one on the head. നമ്പർ 2 വലത്തെ കൈയിൽ, Second on your right hand. നമ്പർ 3 ഇടത്തെ കൈയിൽ, Third on your left hand. നാലാമത്തേത് നെഞ്ചത്ത്, Fourth one on your chest. 5 സത്യം ബെൽറ്റ്, And fifthly you are on your waist. 6 സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം. Sixth on your feet. ഏഴാമത്തേത് ഏതാ? Which one is the 7th one? ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കണം. And you should be praying always in spirit. ആത്മാവിൽ പ്രാർത്ഥിക്കണം. And you should be praying in spirit. പ്രാർത്ഥിക്കണമെന്നല്ല പറഞ്ഞത്, ആത്മാവിൽ He പ്രാർത്ഥിക്കണമെന്നാണ്. doesn't write you have to pray, but he says specifically you should be praying in spirit. പൗലോസ് പറഞ്ഞു, ഞാൻ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കും, ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും. Paul says I will pray in my wisdom and also in spirit. ഒരു പുസ്തകത്തിൽ എഴുതിയ പ്രാർത്ഥന എഴുതി തീർക്കാൻ, ചൊല്ലി തീർക്കാൻ സാധിക്കും. You can read a prayer that is written in a book. പഠിച്ച പ്രാർത്ഥന ഉരുവിടാൻ സാധിക്കും. You can recite the prayer that you have learned. എന്നാൽ അതല്ല ആത്മാവിന്റെ പ്രാർത്ഥന. That is not the prayer in spirit. Praise God. നീ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിച്ചാൽ പോരാ, നീ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കണം. Your prayer in your knowledge and wisdom is not enough, but you should be able to pray in spirit. അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം. And you should be able to pray in tongues. എത്ര പേര് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്? How many of you are able to pray in spirit? എത്ര പേര് അന്യഭാഷകളിൽ How പ്രാർത്ഥിക്കുന്നവരുണ്ട്? many of you are able to pray in tongues? എത്ര പേര് അന്യഭാഷകൾ How സംസാരിക്കുന്നവരുണ്ട്? many of us are praying? കരങ്ങൾ ഉയർത്തി, ശബ്ദം ഉയർത്തി, ഹല്ലേലൂയ. ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കണം. And you should be praying always in spirit. അപ്പൊ നാം ധരിച്ചിരിക്കുന്ന 6 ആയുധവർഗ്ഗങ്ങളെ സജീവമാക്കുന്നത് ആത്മാവിലുള്ള പ്രാർത്ഥന. So it is the prayer in spirit that makes alive all these 6 armors that you put on. ഞാനൊരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി. I wanted to prove it with an example. ഈ വലിയ ടെക്സ്റ്റൈൽ മാളിലൊക്കെ ചെന്നാല്, If you go to a big mall here, a textile mall, അവിടെ ഈ സ്റ്റാച്യൂസിനെ നിർത്തിയിട്ടുണ്ട്. we can see big statues there. നല്ല പാന്റും സൂട്ടും ഒക്കെ ഇട്ട്, They are well dressed. കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച്, They have a cooling glass on their face. ഒരു കൈ കൊണ്ട് ഇങ്ങനെ കൂളിംഗ് ഗ്ലാസ് പിടിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുന്നവരെ കണ്ടാൽ ഒന്നുകൂടെ നോക്കി. And when you see them in a specific fashion, you will look again. നല്ല മിടുക്കന്മാര്. And they are smart. ഇപ്പുറത്തെ ചുരിദാരൊക്കെ ഇട്ട്, And on the other side with a churidar, അല്ലെങ്കിൽ സാരിയൊക്കെ ചുറ്റി, or maybe wearing a അതിന്റെ sari, പാന്റും ടീഷർട്ടും ഒക്കെ ഇട്ട്, maybe a pant or t-shirt. അവിടെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് മിടുക്കികൾ നിൽക്കും. And some other ladies are being presented there like a statue. രാവിലെ തൊട്ട് നിൽക്കുക പുള്ളിക്കാരവിടെ. They are all standing from the beginning of the day. കട അടച്ചു പോയാലും അവരവിടെ നിൽക്കും. Even after the shop is closed, they are still standing there. കടയ്ക്ക് തീ പിടിച്ചാൽ ജോലിക്കാർ ഓടി രക്ഷപ്പെടും, iവരവിടെ നിൽക്കും. Even if the shop gets fire, people will run away, but the statues will still be there. കാണാനൊക്കെ കൊള്ളാം, പക്ഷെ ജീവനില്ല. It's good to see them, but there is no life in them. ആരോ രാവിലെ പൊക്കിക്കൊണ്ട് നിർത്തിയത് ഇവരെ. Somebody has placed them there in that place. ഏതോ സ്റ്റാഫിന്റെ ഡ്യൂട്ടി ആയിരുന്നു. And that was the duty of a staff. മനസ്സിലായോ? അങ്ങനെ ഇവരോട് വന്നത്. And that is how they came there. ഇങ്ങനെ സഭയ്ക്കകത്ത് വരുന്നവരുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. And what I mean to say is there are people like this who comes to the church. ആരാ പൊക്കിക്കൊണ്ടേയിരുത്തിയത്? Somebody placed them in the church. ഇന്ന് പോകുന്നില്ലേ എന്ന് ചോദിച്ച് നിർബന്ധിച്ചുകൊണ്ടേയിരുത്തിയതാ. And they will be there not wanting to go. അടുത്തിരിക്കുന്നവരൊക്കെ തീ കത്തിയാൽ ഇവര് കത്തുകയില്ല. And even though the people sitting nearby get fired, they will not move. അടുത്തിരിക്കുന്നവരൊക്കെ മറുഭാഷ പറഞ്ഞാൽ ഇവരുടെ നാം അനങ്ങുകയില്ല. Even though the nearby ones are speaking in tongues, they will never move their tongue. നിനക്ക് ജീവനില്ല എന്നുള്ളതാണ്. And we are reminded tonight that there is no life in you. നീ ജീവനുള്ള ഒരു വിശ്വാസിയാണെങ്കിൽ ആത്മാവിൻ ദൈവത്തെ ആരാധിക്കും. If you are a child of God who has life in you, you will be praising God in spirit. സ്വന്തം ഭാഷയിൽ സ്തുതിക്കാത്ത നിന്റെ നാവിൽ ദൈവം അന്യഭാഷ തരുമോ? And if you are not able to praise God in your own language, God will not give you മലയാളം, that. ഇംഗ്ലീഷ് ഏതുമാകട്ടെ, Doesn't matter which language. അറിയാവുന്ന ഭാഷയെ സ്തുതിക്കേ. And you should be praising God in your own അപ്പോൾ language. ദൈവം മറുഭാഷ നിന്റെ നാവിൽ And then the തരും. Lord will give you speaking in tongues. എടാ, ഇത് കഴുത സംസാരിച്ചാലും ഞാൻ മിണ്ടുക എന്ന് പറഞ്ഞിരുന്നാലും ചെയ്യും. What will happen even if
the donkey speaks, I will still not open my mouth. വാഴങ്ങനെ കഴുത സംസാരിച്ചില്ലേ? And the donkey of the prophet has spoken. കഴുത സംസാരിച്ചാലും ഞാൻ പറയില്ല. And even if the donkey speaks, I will still not speak. നിനക്കൊന്നും പ്രാപിപ്പാൻ കഴിയുകയില്ല. You can never receive anything. എന്നാൽ ഇന്ന് രാത്രി നീ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, And if you are someone who is desiring tonight, ജീവനുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, you are a person of life, ആത്മാവിൽ പ്രാർത്ഥിക്കാൻ you ആഗ്രഹിക്കുന്നെങ്കിൽ, have a desire to pray in spirit, മറുഭാഷ ആഗ്രഹിക്കുന്നെങ്കിൽ, you desire to speak in കൃപയും tongues, താലന്തുകളും ആഗ്രഹിക്കുന്നെങ്കിൽ, you want talents and gifts from God. അതിനെ നിന്റെ മേൽ സമൃദ്ധമായി പകരുവാൻ നമ്മുടെ കർത്താവ് നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. Jesus Christ is here tonight to bless you. ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കണം. And you should be praying in spirit all the time. പൗലോസ് പറഞ്ഞത് അതിനായി ജാഗരിക്കുകയും ചെയ്യണം. Apostle Paul says you should be always desiring for it. എന്തുവാ ഈ ജാഗരിക്കുക എന്ന് What പറഞ്ഞ does it mean by continuing in that? കോഴി മുട്ടയുടെ മുകളിൽ അടയിരിക്കുന്നു. And the chicken is sitting on top of the egg to give it life. 10-15 ദിവസം കഴിയുമ്പോൾ കോഴി ഇട്ടേച്ചു പോണില്ല. After 10 or 15 days, the chicken has run away. പിന്നെ ആ മുട്ടയ്ക്ക് ചൂട് കൊടുക്കുക. And after that, the egg is being heated. 19 ദിവസമായപ്പോൾ ഒരു അനക്കം. And after 19 days, there is some movement. അത് മുട്ടയുടെ തോട് പൊളിയുന്നു. And the shell of the egg is being broken. കുഞ്ഞു വെളിയിൽ വരുന്നു. And the baby is coming out. കോഴി ഇട്ടേച്ചു പോയില്ല. And the chicken doesn't live it. അതിന്റെ മുകളിൽ ചൂട് കൊടുത്തിരിക്കുക. And he was always hovering over it. പ്രാർത്ഥിച്ച് വിഷയം ഇട്ടേച്ചു പോകരുത്. And you should never leave your prayer subjects. അതിന്റെ മേൽ പിന്നെയും പ്രാർത്ഥനയുടെ ചൂട് And you should കൊടുത്തുകൊണ്ടിരിക്കണം. always be hovering over it with the seamless prayer. നീ And you should ജാഗരിച്ചുകൊണ്ടേയിരിക്കുക. always be continually അതിനകത്ത് ജീവന്റെ തുടിപ്പുണ്ടാകും. Amen. ജീവന്റെ തുടിപ്പുണ്ടാകും. And you will see the movements of ജീവന്റെ life. ചലനമുണ്ടാകും. And you will see the changes. പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകും. And your prayer will be ദൈവത്തിന്റെ answered. അത്ഭുതങ്ങൾ നടക്കും. And the miracles ദൈവത്തിന്റെ will പ്രവൃത്തി happen. വെളിപ്പെടും. And the ആകയാൽ promise കഴിഞ്ഞ കാലങ്ങളിൽ പ്രാർത്ഥിച്ച വിഷയങ്ങൾ നിർത്തിക്കളയരുത്. അതിന്മേൽ ആത്മാവിന്റെ ചൂട് കൊടുത്തുകൊണ്ടിരിക്കുക. ചലനം ആരംഭിച്ചു കഴിഞ്ഞു. വിടുതൽ ആരംഭിച്ചു കഴിഞ്ഞു. ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ്. പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുകയാണ്. തക്ക സമയത്ത് അവർ അത്ഭുതം ചെയ്യുന്നതെന്ന് ചെയ്യും. But remember that the Lord will answer and deliver your prayer topics. കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഒന്നാമത് കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മുടെ ഐക്യതയാണ്. And first thing the Lord expects from us in His high priestly prayer is that we should be united. ദൈവമക്കൾ ഏക മനസ്സും ഏക ഹൃദയവും ഉള്ളവരായിരിക്കും. And the children of God should be in one accord, and they should have one heart. ഏക മനസ്സുള്ള മക്കൾ ഒന്നിച്ചുകൂടി പ്രാർത്ഥിക്കുന്നിടത്താണ് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. When people with the same mentality and oneness in mind, when they get together and pray, the work of the Lord will be revealed. വിശ്വസിച്ചവർ ഒരു മനസ്സുള്ളവരായിരിക്കും. And all who believe they have one mind. നാം ഏക മനസ്സിന്റെ ഏക ഹൃദയത്തിന്റെ ഏക ലക്ഷ്യത്തിന്റെ ഉടമകളായിരിക്കും. We should have one mind and one heart and one destination. നമ്മൾ പല വ്യക്തിത്വങ്ങളാണ്. We are different personalities. വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാകും. There might be a difference of opinions. പക്ഷേ അത് വെച്ചു പുലർത്താൻ പാടില്ല. But you should never keep that in your mind. ആശയ സമന്വയത്തിൽ ദൈവമക്കളെത്തണം. And people should be able to come to a conclusion compromising here on earth. ഏക മനസ്സും ഏക ഹൃദയവും ഉണ്ടോ അവിടെ ദൈവത്തിന്റെ ആത്മാവും. If you have a single mind and singleness in your heart, there will be a conclusion for everything. നിങ്ങൾക്കറിയാമോ പെന്തക്കോസ്തിന്റെ ആരംഭകാലത്ത് ആധുനിക വാദ്യോപകരണങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. And do you know that the early days of the Pentecostal movement, there were not any modern musical equipment. ഇന്ന് ദൈവം നമുക്ക് അതൊക്കെ തന്നിട്ടുണ്ട്. God has blessed us with all kinds of music equipment. എല്ലാം ദൈവനാമ മഹത്വത്തിനായി തീരട്ടെ. Let everything bring glory to the name of the Lord. പെന്തക്കോസ്തിന്റെ ആരംഭകാലത്ത് ഒരു വശത്തെ തോല് പൊട്ടിയ തമ്പേറ ഉണ്ടായിരുന്നു. And in the beginning days, early days of Pentecostal, even the side drums, one of the side, the leather was broken. ചിലർക്കെങ്കിലും അറിയായിരിക്കും. And I hope that some of you will remember those days. ആ തോല് മാറി ഇടാനായിട്ട് നമുക്ക് പൈസ And we didn't have money to repair that side drums. നമ്മുടെ പിതാക്കന്മാർ അത് പൊട്ടി ആരാധിച്ചു. And our forefathers were blowing that broken drums and worshiping. അന്നത്തെ ഇന്നത്തെ ഒരു വ്യത്യാസം ഞാൻ പറയാം. But I want to mention difference in that worship and these days worship. ഒരു തമ്പേറ പോലും വന്നില്ലായിരുന്നു എങ്കിലും Even though they did not have a
drum of their own, ഏക ഹൃദയമുള്ള ദൈവമക്കൾ കൂടി വന്ന് when they come together in one accord, 10 കമ്പിയുള്ള വീണകൾ ഉപയോഗിച്ച് when they use these 10 strings instruments, അവർ ദൈവത്തെ ആരാധിക്കുമ്പോൾ when they praise God, അവർ ആത്മാവിൽ നിറഞ്ഞിരുന്നു. and they were filled in the Spirit, അവർ അന്യഭാഷകൾ സംസാരിച്ചു. they were worshiping. സമയം കടന്നുപോയത് അവർ അറിയുന്നില്ല. How time goes by, അവർ വിവിധ ഭാഷകൾ സംസാരിച്ചു. and they were speaking different tongues. Praise the Lord, praise the Lord. അതിന്റെ കാരണം അവരുടെ മനസ്സൊന്നായിരുന്നു. Why they were able to do so? Because they were one in their heart. ഇന്ന് 100 പേര് കൂടിയാൽ 20 ചിന്താഗതിക്കാരാണ്. And when these days when 100 people get together, there are different 20 kinds ഒരു of opinions. സഭയിൽ 100 പേരുണ്ടെങ്കിൽ 5 ഗ്രൂപ്പാണ്. In a church, if there are 100 people, there are 5 groups. അവിടെ എങ്ങനെ ദൈവാത്മാവ് പ്രവർത്തിക്കും? How can the Spirit of the Lord work in that place? പൗലോസ് പറയുന്ന പോലെ ചിലർ പൗലോസിന്റെ പക്ഷക്കാർ, And as Apostle Paul is writing, some belongs to the group of Paul, ചിലർ കേപ്പാവിന്റെ പക്ഷക്കാർ, and some belongs to Peter, ചിലർ ക്രിസ്തുവിന്റെ പക്ഷക്കാർ. and some belongs to the group of അവർ Jesus. ഗ്രൂപ്പിസം വർദ്ധിക്കുകയാണ്. The groupism is being increased. പൗലോസ് പറയുന്നത് അവസാനിപ്പിക്കണം. Apostle Paul says, stop it. പലയിടങ്ങളിലും ആളുകൾ വർദ്ധിക്കുമ്പോൾ ഗ്രൂപ്പുകൾ വർദ്ധിക്കുകയാണ്. Many places as the number of people increases, groupism is expanding. ആത്മാവിന്റെ ഒഴുക്കല്ല വർദ്ധിക്കുന്നത്. And the flow of the Spirit is not expanding. എന്നാൽ ഇന്നിന്റെ ആവശ്യം, നമ്മുടെ ആവശ്യം പരിശുദ്ധാത്മാവിന്റെ ഒഴുക്കാണ്. What we need is the flow of the Holy Spirit these days. അതിന് നാം ഏക ഹൃദയമുള്ളവരാണ്. And in order to receive to that kind of experience, we should have oneness in mind. ഇവിടെ നമുക്ക് സ്ഥാനമാനങ്ങൾ വേണ്ട. We don't need any positions. ഇവിടെ അധികാരം വേണ്ട. We don't need power. ഇവിടെ കസേര We വേണ്ട. don't need any positions. കസേരയ്ക്ക് വേണ്ടി ഇടിക്കുന്നവർ ഇടിക്കട്ടെ. And let people who fight for positions, let them do it. അതിന് മത്സരിക്കുന്നവർ അവർ Those മത്സരിക്കട്ടെ. who compete for it, let them do it. എന്റെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, എന്നെ രക്ഷിച്ച കർത്താവിനെ I have പ്രസാദിപ്പിക്കുക. one desire and destination, that I have to please my Lord who saved me. പിതാവേ, ഇവർ ഒന്നാകേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. Lord, I pray that they might be one. അവരുടെ ഐക്യതയ്ക്ക് വേണ്ടി യേശു And പ്രാർത്ഥിച്ചു. Jesus was praying for their unity. നമ്മുടെ ഹൃദയത്തിൽ വിദ്വേഷമുണ്ടോ? Is there hatred in our heart? ഭാരമുണ്ടോ? Do you have a burden in your heart? പകയുണ്ടോ? Do you have a jealous in your heart? പിണക്കമുണ്ടോ? Are you angry with somebody? ഇന്ന് രാത്രി നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടോ? Is there anything of this nature in your heart tonight? അതെല്ലാം നാം വേരോടെ പറിച്ചു കളയും. And you should uproot it completely. വേരോടെ പറിച്ചു കളയും. You should be completely uprooting it. ക്രിസ്തുയേശുവിന്റെ മനസ്സുള്ളവരാണ്. Let us have the mind of Christ. ക്രിസ്തുയേശുവിന്റെ Let us മനോഭാവമുള്ളവരാണ്. have the attitude of Christ. നാം ക്രിസ്തുവിൽ ഒന്നാണ്. And we should be one in Christ. നമ്മുടെ വിശ്വാസം ഒന്ന്, Our faith is one. നമ്മുടെ സ്നാനം ഒന്ന്, Baptism is നമ്മുടെ one. കർത്താവ് ഒരുവൻ, And the Lord is one. നമ്മുടെ ദൈവം ഒരുവൻ, Our God is one. നമ്മുടെ മധ്യസ്ഥൻ ഒരുവൻ. Our mediator, our intercessor is one. നാം ക്രിസ്തുവിൽ ഒന്ന്. We belong to Christ. ശബ്ദം ഉയർത്തി ഹല്ലേലൂയ പറയാമോ? Hallelujah. രണ്ടാമത് യേശു പ്രാർത്ഥിക്കുന്നത്, Secondly, Jesus is praying, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം ഇവരെ കാത്തുകൊള്ളുക. Lord, protect them from the hands of the evil. യേശുക്രിസ്തു പ്രാർത്ഥിക്കുക, പിതാവേ, ഞാൻ നിന്റെ അടുക്കൽ വരുന്നു, ഇവരോ ലോകത്തിലിരിക്കുന്നു. Jesus Christ is praying, Father, I am coming to you, but these people are going to be in this world. ഞാൻ നിന്റെ അടുക്കൽ വരുന്നു, ഇവർ ലോകത്തിലിരിക്കുന്നു. I am coming back to you, but these people will be here. ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ ഇവരെ കാക്കണം. Please keep them safely from the hands നമ്മുടെ of the evil. സുരക്ഷിതത്വത്തിനു വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കുന്നു. And the Lord is praying for their protection. ഇവിടെ ഒരു വലിയ മാർമിക വിഷയമുണ്ട്. There is something very mysterious here. നാട്ടിൽ എന്തെങ്കിലും സംഭവ വികാസങ്ങൾ ഉണ്ടാകുമ്പോൾ, When some incident happened back in home, ഇപ്പൊ നമ്മുടെ ഇവിടെ ഹെറിക്കെയിൻ വന്നു. we had a hurricane, for example. ഗവൺമെന്റ് എന്താണ് ചെയ്തത്? What did the government do? അത് ബാധിക്കാൻ സാധ്യതയുള്ള ഇടങ്ങളിലെ ആളുകളെ മാറ്റി പാർട്ടി. And they evacuated all the people from the areas where they thought that they will have an impact. സുരക്ഷിത മേഖലയിലേക്ക് മാറ്റി. They were moved to safe places. ഒരു ഗവൺമെന്റിന് ഇത്ര ചെയ്യാൻ This പറ്റും. is what a government can do. എന്നാൽ നമ്മുടെ കർത്താവ് ചെയ്യുന്ന അങ്ങനല്ല. But this is not what our Lord മാറ്റി does. പാർപ്പിക്കല്ല ചെയ്യുന്നത്. He does not evacuate us. ഇവിടെ തന്നെ കേടുകൂടാതെ നിന്നെ And സൂക്ഷിക്കുക. He will preserve you and keep you safe in the place where you are. ഇത് ദുഷ്ടന്റെ ലോകമാണ്. This is the world of the evil. ഇത് പിശാചിന്റെ അധീനതയിൽ കിടക്കുന്ന This is the ലോകമാണ്. dominion of the devil. ഇവിടെ ദുഷ്ടന്റെ വ്യാപാരമുണ്ട്. And there are the works of the devil. എന്റെ മക്കൾ ഇവിടെയാ വസിക്കുന്നത്. His children live in this place. ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം ഇവരെ കാത്തുകൊള്ളുക. Lord, Father, keep them safe from the hands of the evil. ഉറക്കൊരു ഹല്ലേലൂയ പറഞ്ഞേ. Hallelujah. എടുക്കുകൊണ്ടാണോ നിന്നത്? Were you able to stand because of your abilities? സമ്പത്ത് കൊണ്ട് പിടിച്ചു നിന്നതാണോ? Were you able to stand forth because of your wealth? അല്ല. No, never. ആരോഗ്യം കൊണ്ട് നിന്നതാണോ? Was it because of your health? അല്ല. വിദ്യാഭ്യാസം കൊണ്ടാണോ? Was it because of your education? അല്ല. പേഴ്സണാലിറ്റി കൊണ്ടാണോ? Was it because of your personality? ഇതുകൊണ്ട് ഒന്നുമല്ല നിന്നത്. ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ കാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു നല്ല കർത്താവ് എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. We were not able to
it's rather it was because of the high priestly prayer of Jesus who prayed for us to be protected from the hands of the devil. ഇന്ന് രാത്രിയിലും എന്റെ കർത്താവ് എന്റെ മധ്യസ്ഥനാണ്. Even tonight my God is my intercessor. പ്രിയപ്പെട്ടവരെ, യാക്കോബ് തന്റെ അപ്പന്റെ വീട്ടിലേക്ക് വരുന്നു. Jacob is coming to his father's house. യാക്കോബിന് അറിയത്തില്ല ലാബാൻ പുറകെ വരുന്ന കാര്യം. Jacob is not aware of the fact that Laban is following him. ലാബാൻ വരുന്നുണ്ട്, തന്റെ ആൺമക്കളും വരുന്നുണ്ട്. Laban and all his children or young men are coming after Jacob. യാക്കോബും തന്റെ കുടുംബവും തന്റെ മൃഗസമ്പത്തും കിടന്നുറങ്ങുകയാണ്. And Jacob, his family and all his folks were sleeping at night. ഈ സമയത്താണ് ആരോഗ്യ ദൃഢഗാത്രരായിട്ട് ലാബാനും മക്കളും വരുന്നത്. It is at this time that all these young mighty people are coming to following Jacob. അവര് പറയുന്നത് ഞങ്ങൾ പിടിക്കും, ഞങ്ങൾ കെട്ടും, ഞങ്ങൾ അടിമപ്പെടുത്തും. And they are declaring that we will follow him, we will catch him and we will make him a captive. എപ്പോഴും സാത്താൻ പറയുന്നത് ഇതാണെന്ന് That is what the devil always says. ഞങ്ങൾ ആക്രമിക്കും, We will attack, ഞങ്ങൾ പിടിക്കും, we will capture, ഞങ്ങൾ ബന്ധിക്കും, and we will bind him, ഞങ്ങൾ അടിമപ്പെടുത്തും, and we will ഞങ്ങൾ make him തകർക്കും, captives, ഞങ്ങൾ തകർക്കും, and we will destroy, നന്മയെ എടുത്തു കളയും we will take away goodness. എന്നൊക്കെ വാത് കെട്ടിക്കൊണ്ടാ സാത്താൻ These വരുന്നത്. are the arguments of the devil following us. ഇതൊന്നും യാക്കോബ് അറിയുന്നില്ല. Jacob is not aware of any of this. എന്നാൽ നിങ്ങൾക്ക് ഒരു രഹസ്യം, ഒരു മർമ്മം ഗ്രഹിക്കണമോ? But do you want to understand a mystery from that place? യാക്കോബ് ഉറങ്ങിയപ്പോൾ ഉറങ്ങാത്ത ഒരുവൻ ഉണ്ടായിരുന്നു. There is someone who was not sleeping even when Praise Jacob God. was sleeping. അവൻ ആരാണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? Do you know who it was? അപ്പന്റെ വീട്ടോട്ട് പൊക്കോളം പറഞ്ഞവനാ. And he is the one who commanded him to go back to his father's അവൻ house. ഉറങ്ങുകയല്ല, ഉറക്കം തൂങ്ങുന്നവനല്ല. For slumber. ഹല്ലേലൂയ. തന്റെ ദാസനെതിരെയുള്ള വാദങ്ങൾ അവൻ ഗ്രഹിച്ചു. And the Father in heaven is looking at the arguments that is coming against his child Jacob. രാത്രിയിൽ ലാബാനോട് സംസാരിച്ചു. And he is speaking to Laban at night. യഹോവയായ ദൈവം സംസാരിച്ചു. And the God Father himself is dealing with Laban. എന്തോ പറഞ്ഞത് കേൾക്കണമോ? Do you know what God spoke to Laban? ഗുണമാകട്ടെ ദോഷമാകട്ടെ എന്റെ ദാസനായ യാക്കോബിനോട് മിണ്ടി പോകരുത്. Whether it is good or bad, don't even don't deal with my son Jacob. ഇതാണ് ഒരു മർമ്മം എന്ന് പറയുന്നത്. This is a mystery. നമ്മൾ അറിഞ്ഞില്ല ശത്രു വാടകോരിയത്. We never knew that the Satan was following നീ you. അറിഞ്ഞില്ല ശത്രു നിന്റെ കുടുംബത്തിനെതിരെ And വാടകോരിയത്. you never knew that Satan was attacking your family. സഹോദര, നിങ്ങൾ അറിഞ്ഞില്ല നിന്റെ നന്മയ്ക്കെതിരെ ശത്രു തന്ത്രങ്ങൾ You മെനഞ്ഞത്. never knew the traps and the schemes of devil that was coming against your family. നിനക്കെതിരെ ഗൂഢാലോചന നടത്തുക നീ അറിഞ്ഞില്ല. And you never knew the hidden plans of the enemy against your family. ഇന്ന് രാത്രി തിരിച്ചറിയണം, നിന്നെ വിളിച്ച കർത്താവ് അറിഞ്ഞു. And you should understand one thing, that the Lord who has called you നിന്റെ today, രക്ഷകനെ അറിഞ്ഞു. and your Savior knew about it. നിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ അവനായി ഇടപെട്ടത്. And it is in the midst of your crisis, it was the Lord who ഇന്ന് intervened. രാത്രി ധൈര്യമായിട്ട് പറ, അബ്രഹാമിന്റെ ദൈവം എന്റെ ദൈവമാണ്. And we boldly say tonight that the Lord of Abraham is my God. ഇസ്ഹാക്കിന്റെ ദൈവം എന്റെ The ദൈവമാണ്. Lord of Isaac is my Lord tonight. യാക്കോബിന്റെ ദൈവം എന്റെ The ദൈവമാണ്. Lord of Jacob is my Lord tonight. അനുഭവമുള്ളവർ കരങ്ങൾ അടിച്ച് കർത്താവിന്റെ മഹത്വത്തെ പാടുക. അബ്രഹാമിന്റെ ദൈവം എന്റെ ദൈവമാണ്. The Lord of Abraham is my God. ഇസ്ഹാക്കിന്റെ ദൈവം എന്റെ The Lord ദൈവമാണ്. of Isaac is my God tonight. യാക്കോബിന്റെ ദൈവം എന്റെ ദൈവമാണ്. The Lord of Jacob is ഈ my God tonight. ദൈവം ഇന്നും എന്നേക്കുമുള്ള ദൈവമാണ്. The Lord is my God forever and ever. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. And he will lead us completely unto the death. ആമേൻ. രക്ഷിച്ച കർത്താവ് എല്ലാം അറിയുന്നുണ്ട്. And the Lord who saved us knows everything. ദുഷ്ടന്റെ കയ്യിൽ അവൻ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. He will never leave you into the hands of the വചനത്തിൽ ഒരു വാക്യമുണ്ട്, തന്റെ കുറുപ്രാവിനെ ഒരു ദുഷ്ടമൃഗത്തിനും അവൻ ഏൽപ്പിക്കുകയില്ല. And in the Old Testament there's a word that he will never hand over his dear dog into the hands of the enemy. ദൈവത്തിന്റെ കയ്യിലെ ഒരു കുറുപ്രാവാ നീ. You are a precious one in the hand of the Lord. ഒരു ദുഷ്ടമൃഗത്തിനും ദൈവം നിന്നെ He ഏൽപ്പിക്കുകയില്ല. will never leave you to any wild animal. വിശ്വാസം ഉണ്ടെങ്കിൽ വിശ്വാസത്തിന്റെ ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ Hallelujah. ആമേൻ. എന്നതാ ഈ അബ്രഹാമിന്റെ ദൈവം എന്ന് പറഞ്ഞ അർത്ഥം? What does it mean when you say the Lord of Abraham? നമ്മളൊക്കെ പറയാറുണ്ട് അബ്രഹാമിന്റെ ദൈവം, ഇസ്ഹാക്കിന്റെ ദൈവം, You യാക്കോബിന്റെ ദൈവം. always say normally the God of Abraham, God of Isaac and God of Jacob. എന്റെ ആശയം എന്നാണ്? Do you know the meaning of it? അബ്രഹാമിന്റെ ദൈവം എന്ന് പറഞ്ഞാൽ When you say God of Abraham, അവൻ വാഗ്ദത്തങ്ങളുടെ ദൈവമാണ്. he is a God of promise. മാത്രമല്ല Not only that, തക്ക സമയത്ത് വാഗ്ദത്തം നിവർത്തിക്കുന്ന he is a ദൈവമാണ്. God who will fulfill his promise in due time. ഇനി അത് മനസ്സിലാക്കി വേണം അബ്രഹാമിന്റെ ദൈവം എന്ന് So പറയാൻ. hereafter when you call and say God of Abraham, you should അവൻ understand വാഗ്ദത്തം നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ തക്ക സമയത്ത് അവനത് God നിവർത്തിക്കും. has given you a promise in the right time, he will bring it to pass. Yes. എത്ര പേർക്ക് അത് ബോധ്യമുണ്ട്? How many of you understand? അനുഭവം എത്ര പേരുണ്ട്? How many of you have experienced? അബ്രഹാമിന്റെ ദൈവം എന്റെ ദൈവമാണ്. God of Abraham is my God. അവൻ
വാഗ്ദത്തങ്ങളെ നിവർത്തിക്കുന്ന And He ദൈവം. is a God who will fulfill His promise. അത് 100 വർഷം കഴിഞ്ഞാൽ അവൻ നിവർത്തിക്കും. Doesn't matter even if it is after 100 years, He will still fulfill അവൻ it. വാഗ്ദത്തങ്ങളെ പൂർത്തീകരിക്കുന്നവൻ. He is a God who will fulfill the promise. ഇസ്ഹാക്കിന്റെ ദൈവം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? What does it mean when you say God of Isaac? ഇസ്ഹാക്കിന്റെ ദൈവം എന്ന് പറഞ്ഞാൽ When you say God of Isaac, യഹോവ ഇരേ. it means Jehovah Jireh. അവൻ കരുതുന്ന He ദൈവമാണ്. is a God who provides for അപ്പ us. വിറകുണ്ട്, കത്തിയുണ്ട്, തീയുണ്ട്, യാഗത്തിനുള്ള ആളെവിടെ? Everything is prepared and ready. We have the lamb, the Lord, and everything for the sacrifice. മകനേ, യഹോവ ഇരേ. Lord will provide. യഹോവ കരുതിക്കൊള്ളും. God will provide. എവിടെ, എങ്ങനെ, Where? ഏത് വിധത്തിൽ, How? എങ്ങനെ സംഭവിക്കും How will it happen? എന്ന് ചിന്തിക്കുന്ന ഒരാളെങ്കിലും ഈ രാത്രി ഇവിടെ ഉണ്ടെങ്കിൽ വിശ്വാസത്തോടെ കൈയുയർത്തി പറ, യഹോവ ഇരേ. If you are one among these people tonight thinking how things will come to pass in my life, but be faithful and by belief declare tonight that God will provide. ഇസ്ഹാക്കിന്റെ ദൈവം എന്ന് പറഞ്ഞാൽ അവൻ കരുതുന്ന ദൈവമാണ്. When you say God of Isaac, that means He is a God who provides അവൻ for എനിക്ക് you. വേണ്ടി കരുതുന്ന ദൈവമാണ്. He is a God who provides for അവന്റെ tomorrow. കുടുംബത്തിന് വേണ്ടി കരുതുന്ന He ദൈവമാണ്. will provide for your family. അവന്റെ തലമുറയ്ക്ക് വേണ്ടി കരുതുന്ന He will ദൈവമാണ്. provide for your generation. അവന്റെ സഭയ്ക്ക് വേണ്ടി കരുതുന്ന He will ദൈവമാണ്. provide for your church. Praise God. ഈ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടി വരുവാൻ പോവുകയാണ്. And time is coming that your prayer will be answered. അവൻ കരുതുന്ന ദൈവമാണ്. യഹോവ ഇരേ. Provisions in our lives. ആമേൻ. Amen. യാക്കോബിന്റെ ദൈവം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? What does it mean when you say God of Jacob? ബൈബിൾ പറയുന്ന അബ്രഹാമിന്റെ ദൈവം, ഇസ്ഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം എന്നാണ്. Bible says always God of Abraham, God of Isaac, and God of Jacob. യാക്കോബിന്റെ ദൈവം എന്ന് പറഞ്ഞാൽ What എന്താണ്? does it mean when you say God of Jacob? ബലഹീനതയെ പരിഗണിക്കാതെ And when you say that, that means a God who does not consider your weakness. ഉദ്ധരിക്കുന്ന കർത്താവ്. He is a God who lifts you up. നമ്മൾ ആരും പൂർണ്ണരല്ല. We are not perfect. എത്ര ബലഹീനതകൾ നമ്മിലുണ്ട്. How many shortcomings were in our നമ്മുടെ lives? ബലഹീനതയിൽ അവൻ സഹതാപം കാണിക്കും. He is a God who will show His നമ്മുടെ താഴ്ചയിൽ compassion. നമ്മെ ഓർക്കുന്നവനാണ്. He will know and remember us when we are in our earliest days. യാക്കോബിന്റെ ദൈവം എന്ന് പറഞ്ഞാൽ ആശയം ബലഹീനതയിൽ തുണനിൽക്കുന്നവൻ. And when you say God of Jacob means a God who will strengthen you and stand by you when you are weak. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ആശയം മനസ്സിലാക്കിക്കൊണ്ടൊന്ന് ഹൃദയത്തിൽ And പറയാം. if that is the case, understand the meaning of these phrases and say, അബ്രഹാമിന്റെ ദൈവം God എന്റെ of ദൈവം. Abraham, അതെ, എന്റെ ദൈവം. He is my God. ഇസഹാക്കിന്റെ ദൈവം എന്റെ ദൈവം. God of Isaac is my God. യാക്കോബിന്റെ ദൈവം എന്റെ God ദൈവം. of Jacob is my God. ഉറച്ചു പറഞ്ഞാട്ടില്ല, ഒരു ബലങ്കരങ്ങളിൽ അബ്രഹാമിന്റെ ദൈവം എന്റെ ദൈവം. God of Abraham is my God. ഇസഹാക്കിന്റെ ദൈവം എന്റെ ദൈവം. God of Isaac is my God. യാക്കോബിന്റെ ദൈവം എന്റെ ദൈവം. God of Jacob is my ഈ God. ദൈവം ഇന്ന് വന്നേക്കും നമ്മുടെ ദൈവമാണ്. This God is my God. യാക്കോബിനോട് അപ്പന്റെ വീട്ടിലോട്ട് പൊയ്ക്കോളാൻ പറഞ്ഞവൻ അവനെതിരെ വന്ന വൈരിയോട് ഇടപെട്ടു. The same God who asked Jacob to return to his father's house is dealing with his enemies now. കർത്താവ് 70 ശിഷ്യന്മാരെ തെരഞ്ഞെടുത്ത് അയച്ചു. Jesus had selected, chosen 70 disciples and sent them. നമുക്കറിയാം, ഈരണ്ടായിട്ടാണ് കർത്താവിനെ They അയച്ചത്. sent them in the groups of 2. അവർ മഹാസന്തോഷത്തോടെ കർത്താവിന്റെ അടുക്കൽ They മടങ്ങി. came back rejoicing. യേശുവോട് പറയുകയാണ്, They are telling Jesus. ഗുരു, ഭൂതങ്ങൾ പോലും ഞങ്ങൾക്ക് കീഴടങ്ങി. He says even demons were subduing to our commandment. കർത്താവ് പറഞ്ഞു, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല സന്തോഷിക്കേണ്ടത്. And Jesus said, you should be rejoicing not because you are able to cast out demons. നിങ്ങളുടെ പേര് സ്വർഗ്ഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ Be സന്തോഷിക്കുക. rejoicing because your name is written in heaven. ഇതിന്റെ ശേഷം യേശുവോട് പറഞ്ഞത്, After this he was continuing to him. സാത്താൻ മിന്നല് പോലെ ആകാശത്തുനിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. I have seen Satan falling down from heaven like fire. ഞാൻ കണ്ടു. I have seen that. പത്രോസേ, താങ്കൾ കണ്ടോ? Peter, did you see that? പത്രോസിനെ ഞാൻ കണ്ടില്ല. Jesus, no, I didn't see. 70 പേരെ മാറ്റി നിർത്തി ചോദിക്കേ, And he is asking the 70, നിങ്ങൾ have you seen this? നിങ്ങൾ ആരെങ്കിലും കണ്ടോ? Did any of you see Satan falling like lightning? അവരെല്ലാവരും പറയും, ഞങ്ങൾ കണ്ടില്ല. And they said, no, we didn't see that. നിങ്ങൾ അയച്ചവൻ കണ്ടു. But the one who sent you has seen that. അയച്ചവൻ കണ്ടു. The one who has sent you has നിന്നെ seen that. രക്ഷിച്ചവന്റെ കണ്ണുകൾ നിന്റെ മേൽ The നിരാ. eyes of the Lord who saved you is around you. വിളിച്ചവന്റെ ദൃഷ്ടികൾ നിന്റെ And the മേലുണ്ട്. eyes of the Lord who called you
will be Praise upon you. God. വിളിച്ചിറക്കിയവന്റെ കണ്ണുകൾ നിന്റെ മേലുണ്ട്. The one who has called you out, his eyes are upon അവന്റെ you. കരം നിന്റെ കൂടെ ഉണ്ട്. The hand of the Lord അവന്റെ is upon you. ആത്മാവ് നിന്റെ കൂടെ ഉണ്ട്. അവന്റെ ആലോചന നിനക്ക് വേണ്ടിയുണ്ട്. അവന്റെ കരുതൽ നിനക്ക് വേണ്ടിയുണ്ട്. അവന്റെ വാഗ്ദത്തങ്ങൾ നിനക്ക് വേണ്ടിയുണ്ട്. ദൈവമേ, നീ അനാഥനല്ല, കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്. ഇന്ന് രാത്രി വരെ രക്ഷിക്കപ്പെടാത്തവരുണ്ടെങ്കിൽ, ഇന്ന് രാത്രി വരെ സ്നാനം സ്വീകരിക്കാത്തവരുണ്ടെങ്കിൽ, ഞാൻ ഒറ്റയ്ക്കായി പോകുമെന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ, എന്നെ കരുതുന്നവരാരും ആരും ഉണ്ടാകില്ലെന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു. കരുതുന്ന യേശുവുണ്ട്, ചിന്തിക്കുന്ന യേശുവുണ്ട്. അവന്റെ കണ്ണുകൾ നിന്റെ പേരുണ്ട്. അവന്റെ കൈകൾ നിനക്ക് വേണ്ടിയുണ്ട്. അവന്റെ കാലുകൾ നിന്റെ ശത്രുവിനെ വെടിക്കുന്നതാണ്. ഇന്ന് രാത്രി വിശ്വാസത്താൽ അവന് വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് വെക്ക്. വിശ്വാസത്താൽ തീരുമാനമെടുക്ക്. അവൻ നിന്റെ മധ്യസ്ഥനാണ്. അവൻ നിന്റെ മഹാപുരോഹിതനാണ്. അവൻ നിന്റെ രക്ഷകനാണ്. അവൻ നിന്റെ സൗഖ്യദായകനാണ്. അവന്റെ കൽപ്പനകൾ അനുസരിപ്പാൻ തീരുമാനിക്ക്. യേശു നിനക്ക് വേണ്ടിയുണ്ട്. യേശു നിന്റെ കൂടെയുണ്ട്. അവൻ നിന്നെ അനാഥനായി വിടുകയില്ല. അനാഥയായി വിടുകയില്ല. അയച്ചവൻ കണ്ടു. And the one who has sent out പോലെ വീഴുന്നത്. And he has seen devil falling down like lightning. അതിന്റെ ശേഷം കർത്താവോട് പറഞ്ഞു, After that Jesus is telling them, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. I am giving you power and authority to stumble over, to step over the scorpions and snakes. ശക്തി തരുന്നല്ല പറഞ്ഞത്. He didn't say I am giving you power. അധികാരം തരുന്നു. He said I am giving you authority. ഈ ടേബിൾ ചലിപ്പിക്കണമെങ്കിൽ ശക്തി If വേണം. you want to move this table, you need power. ഈ ബൈബിൾ ഉയർത്തണമെങ്കിൽ കൈക്ക് ശക്തി If വേണം. you want to lift your Bible, you should have power on your hand. ഇതൊക്കെ ശക്തി കൊണ്ടാണ് ചെയ്യുന്നത്. Everything is done with power. എന്നാൽ 100 മൈൽ സ്പീഡിൽ വരുന്ന ഒരു മോട്ടോർ കാറിന്റെ മുൻപിൽ പോലീസുകാരൻ കൈ കാണിക്കുമ്പോൾ കാർ നിന്നത് ശക്തി കൊണ്ടല്ല, അധികാരം കൊണ്ട്. But when a car that is coming in 100 miles per hour speed, when a policeman shows the sign to stop it, that is stopped not because of the power, rather it is by the authority. അധികാരത്തിന് മുൻപിലാണ് നിന്നത്. That stopped right before the authority. നിനക്കെതിരെ ചീറി പാഞ്ഞു വരുന്ന പൈശാചിക ശക്തികളുണ്ടല്ലോ. There are powers that is coming against you. വാ പിളർന്നു നിൽക്കുന്ന ആ ദുഷ്ട പിശാചുണ്ടല്ലോ. There are evil powers that is about to devour you. കളയാൻ ശ്രമിക്കുന്ന ആ സർപ്പമുണ്ടല്ലോ. And the serpent that is trying to destroy. ആ സിംഹമുണ്ടല്ലോ. And the lion that is against ഇന്ന് you. രാത്രി നീ അധികാരത്തോടെ പറ, വായ അടയ്ക്കാൻ പറ. And tonight you declare by faith, by authority. യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകാൻ പറ. And you cast them out in the name of Jesus. യേശുവിന്റെ നാമത്തിൽ വായ അടയ്ക്കാൻ പറ. And let the mouth be shut in the name of Jesus. യേശുവിന്റെ നാമത്തിൽ ആയുധം വിട്ടിച്ചു പോകാൻ പറ. And let the arrow ഹല്ലേലൂയ. be in the name of ദൈവം നിനക്ക് അധികാരമാണ് തന്നിരിക്കുന്നത്. സ്വർഗീയ അധികാരം തന്നിരിക്കുക. സ്വർഗീയ അധികാരം തന്നിരിക്കുക. ദൈവത്തിന്റെ അധികാരം ഉപയോഗിച്ച് യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ജയമെടുക്കുക. Hallelujah, 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 hallelujah. ദൈവത്തിന്റെ അധികാരത്തിനായി സ്തോത്രം. ദൈവത്തിന്റെ അഭിഷേകത്തിനായി സ്തോത്രം. ദൈവത്തിന്റെ ശക്തിക്കായി സ്തോത്രം. എന്റെ കണ്ണുകൾ നിങ്ങളെ കാണുന്നതുകൊണ്ട് സ്തോത്രം. അവിടുത്തെ ആലോചനകളെ കൂടുന്നതുകൊണ്ട് സ്തോത്രം. ഇന്ന് രാത്രി ജയം പങ്കെടുക്കുന്നതുകൊണ്ട് സ്തോത്രം. ആത്മത്തിനെ നിവർത്തിക്കുന്നതുകൊണ്ട് സ്തോത്രം. അത്ഭുതം നടത്തുന്നതുകൊണ്ട് സ്തോത്രം. രോഗസൗഖ്യത്തിനായി സ്തോത്രം. ആത്മാക്കളെ വിടുവിക്കുന്നതുകൊണ്ട് സ്തോത്രം, 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 സ്തോത്രം. ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. I am giving you authority. അടുത്ത വാചകം ഇങ്ങനെയാണ്, ഒന്നും നിങ്ങൾക്ക് ഒരു ദോഷവും ചെയ്യുകയില്ല. Next word says like this, nothing will ever harm you. ഒന്നും നിങ്ങൾക്ക് ഒരു ദോഷവും ചെയ്യുകയില്ല. Nothing will harm you. എത്ര പേർക്ക് ഇന്ന് രാത്രി വിശ്വസിച്ച് ഏറ്റെടുക്കാൻ How കഴിയും? many of you can receive it by faith? ആമേൻ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. Hallelujah. ഉറക്ക ഹല്ലേലൂയ പറഞ്ഞേക്കാം. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ മധ്യസ്ഥ പ്രാർത്ഥനയിലെ മൂന്നാമത്തെ ഭാഗം
പിന്നീട് ഒരു അവസരത്തിൽ ദൈവം അനുവദിച്ചാൽ നമുക്ക് ചിന്തിക്കാം. We will think about the third portion of the high priestly prayer of Jesus in some other time. ഇന്ന് രാത്രിയിലും കർത്താവ് നമ്മുടെ മധ്യസ്ഥനാണ്. Even tonight, Jesus is our mediator. അവൻ ഏക മധ്യസ്ഥനാണ്. He is the only intercessor. നിങ്ങളെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവന് കഴിയും. He is able to save you completely. നിങ്ങളുടെ സമ്പൂർണ്ണ ഉത്തരവാദിത്വം സ്വർഗ്ഗം He will ഏറ്റെടുക്കുക. take the complete responsibility of your life. അവന്റെ കയ്യിലേക്ക് ഇന്ന് രാത്രി നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുമോ? Can you submit yourself to the നമ്മുടെ hands of കുടുംബത്തെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുമോ? Can you surrender your നമ്മുടെ family into His hands? കുഞ്ഞുങ്ങളെ അവന്റെ കയ്യിൽ Can ഏൽപ്പിക്കുമോ? you surrender your children into His hands? നിന്നെ ഭാരപ്പെടുത്തുന്ന വിഷയം അവന്റെ കരങ്ങളിൽ Everything ഏൽപ്പിക്കുമോ? that is bothering you, your burdens, can you leave it in the hands of Jesus? രോഗം അവന്റെ കയ്യിൽ ഏൽപ്പിക്കുമോ? Can you surrender your sickness into His hands? സത്യമനുസരിക്കുന്ന പ്രതിസന്ധികളെ അവന്റെ കയ്യിൽ ഏൽപ്പിക്കുമോ? And the crisis that you face, can you leave it to the hand of Jesus? ജീവിതത്തിന്റെ ആകത്തുക ഇന്ന് രാത്രി കർത്താവിന്റെ And കയ്യിലേക്ക് can you ഏൽപ്പിക്കുക. surrender your life as a total, complete surrender to Jesus? അവൻ ആഗ്രഹിച്ച തുറമുഖത്ത് നമ്മെ എത്തിപ്പാൻ And He മതിയായി. will take you to the destination where you're hoping for. യേശു നമ്മുടെ മധ്യസ്ഥൻ. Jesus is our intercessor. യേശു നമ്മുടെ മഹാപുരോഹിതൻ. Jesus is our high priest. ആമേൻ. Amen. ആമേൻ. Hallelujah. അവൻ നമ്മുടെ രക്ഷകൻ. He is our Savior. അവൻ നമ്മുടെ സൗഖ്യദായകൻ. He is our healer. അവൻ ജീവിക്കുന്ന ദൈവം. He is a living God. മാത്രമല്ല ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ നമ്മെ Not കാക്കും. only that, He will save us from the hands of the evil. നമുക്ക് വേണ്ടി വാദിക്കുന്ന കർത്താവ്. He is always advocating for us. നമുക്ക് വേണ്ടി ഇടപെടുന്ന ദൈവം. And He is the one who will deal for us. പിശാചിന്റെ കയ്യിൽ അവൻ നമ്മെ ഏൽപ്പിച്ചു He കൊടുക്കുകയും will never leave us into the hands of the വിശ്വാസത്തോടെ ഒരു ഹല്ലേലൂയ പറയാം. Hallelujah. ഏറ്റവും ഒടുവിലത്തെ വാചകം കൂടെ പറഞ്ഞ് ഞാൻ അവിടെ I wanted to finish my message by saying the last verse. ഈ പ്രാർത്ഥനയെല്ലാം ആർക്കു വേണ്ടിയായിരുന്നെന്ന് അറിയാമോ? Do you know all these prayers for who? മുഴുവൻ ലോകത്തിന് വേണ്ടിയല്ല. It is not for the entire world. ഒരു വാചകം അവിടെ പ്രത്യേകം പറയുന്നു. A specific word is mentioned there. പിതാവേ, Father, ഇവർ ലൗകികന്മാരല്ലാത്തതുകൊണ്ട് Lord, because they are not of the world. ഞാൻ ലൗകികനല്ലാത്തതുപോലെ ഇവരും ലൗകികന്മാരല്ല. They are not of the world, even as I am not of it. അങ്ങനെയെങ്കിൽ യേശുവിന്റെ മധ്യസ്ഥ പ്രാർത്ഥന ആത്മീകന്മാർക്ക് വേണ്ടിയാണ്. If that is the case, the high priestly prayer of Jesus was for the spiritual saved ones. ആത്മീകരായി ജീവിക്കാം. Let's be spiritual people. ഭയഭക്തിയോടെ ജീവിക്കാം. Let's be God-fearing. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ സമ്പൂർണ്ണമായിട്ട് Let's completely surrender our lives before Jesus. ദൈവം തന്നെ അധികാരം നമുക്ക് ഏറ്റെടുക്കാം. Let's take and receive the authority that the Lord has given us. അവനാൽ അസാധ്യമായതൊന്നുമില്ല. There's nothing that is impossible to Him. അവൻ നമ്മുടെ മധ്യസ്ഥൻ. He is our mediator. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. God bless us through His words.